ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിവരാവകാശ കമ്മീഷൻ ആണ്. മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ ചെയ്തു. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൗലിക അവകാശങ്ങള്, കർത്തവ്യങ്ങള്, കടമകള്, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ദേശീയ പതാക, ദേശീയ ഗാനം, ഗീതം കഴിഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞു. അടുത്ത ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിവരാവകാശ കമ്മീഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളെ ക്ലാസ്സിലേക്ക് 20 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ 20 ക്വസ്റ്റ്യനിലൂടെ നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ട്, അതായത് 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഫാക്ട്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2025 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായി നൽകണം? 10, 5, 3 ഫീസ് ഇല്ല. എന്താണ് വേണ്ടത്? അവർക്ക് BPL വിഭാഗത്തിലുള്ളവർക്ക് എന്ത് വേണ്ട? ഫീസ് വേണ്ട. അവർക്കൊരു വിവരം അറിയണമെങ്കിൽ അവിടെ എന്ത് വേണ്ട? ഫീസ് വേണ്ട. ഇനിയിപ്പോ നമ്മള് ആർക്കൊക്കെയാണ് ഫീസ്? അതായത് നമ്മുടെ വിവരാവകാശ സെക്ഷന്റെ സെക്ഷൻ 7 ക്ലോസ് 5 എന്ന് പറയും. അതായത് 7 ക്ലോസ് 5 എന്ത് വേണ്ടെന്ന് പറയുന്നത്? BPL-കാർക്ക് സൗജന്യമായിട്ട് വേണം വിവരം നൽകാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കണ്ടീഷൻ വേണ്ട. 30 ദിവസത്തെ പരിധിക്കുള്ളിൽ ഒരു പൊതു അതോറിറ്റി എന്ത് ചെയ്യുന്നില്ല, അപേക്ഷാ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം നൽകുന്ന വിവരങ്ങൾ അവർ എന്തായിരിക്കണം? സൗജന്യമായിരിക്കണം. അതേപോലെ തന്നെ A4 പേപ്പറിലാണ് അവർ നമുക്ക് ഡീറ്റെയിൽസ് തരേണ്ടതെങ്കിൽ A4 അഥവാ A3 പേപ്പറിൽ നമുക്ക് വിവരങ്ങൾ വേണമെങ്കിൽ ആ ഒരു പേപ്പറിന് പെർ പേപ്പറിന് 2 രൂപ നിരക്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, ഡിസ്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോപ്പി ഡിസ്കിലൊക്കെയാണ് വിവരങ്ങൾ തരേണ്ടെങ്കിൽ 50 രൂപ അതിനും എക്സ്ട്രാ നൽകേണ്ടതുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് വിവരം നേരിട്ട് പരിശോധിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ സൗജന്യമായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള തുടർന്നുള്ള ഓരോ 30 മിനിറ്റിലും എന്ത് വേണം? 10 രൂപ വീതം നൽകേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഈ പറയുന്നതില് പുതുക്കിയ ഇതുണ്ട്. പുതുക്കിയ വിവരങ്ങൾ, വിവര പട്ടിക എന്ന് പറയുന്നത് A4 സൈസിനാണെങ്കിൽ ഇപ്പൊ പുതുക്കിയത് 3 രൂപയാണ്. മുമ്പ് 2 രൂപയായിരുന്നു, ഇപ്പൊ അത് 3 രൂപയായി. അതേപോലെ CD അല്ലെങ്കിൽ ഫ്ലോപ്പി മുതലായവ ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിൽ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 75 രൂപയാണ് നൽകേണ്ടത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. പഴയ വിലയും പുതിയ വിലയും എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വിവരാവകാശ നിയമം അല്ലെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം RTI എന്ന് പറയും. അതിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം ഫാക്ട്സ്, ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. ഈ വിവരാവകാശം നിയമത്തെയാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്. എന്താണ്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇപ്പറയുന്ന വിവരാവകാശ നിയമമാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് വിവരാവകാശ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഴിമതി ഇല്ലാതാക്കാൻ അല്ലെ. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു ഉത്തരവാദിത്ത ബോധം വേണം അല്ലെ. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുവാണ്, അതിന് അവരെന്തെങ്കിലും ഒരു വീഴ്ച വരുത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അതിന് വീഴ്ച വന്നു, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം സർക്കാർ നടത്തി അതിന്റെ വിവരങ്ങൾ എനിക്ക് അറിയണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? കാര്യങ്ങൾ സുതാര്യമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, കുറച്ചും കൂടി. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ചോദിക്കാറുണ്ട്. ഏതാണ് ആ രാജ്യം എന്ന് പറയുന്നത്? സ്വീഡൻ ആണ്. എന്താണ്? ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് എന്ത്? സ്വീഡൻ എന്ന് പറയുന്നത്. ഇനി ഈ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഒരു നിയമമുണ്ടല്ലോ, അതാണ് എന്ത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയും. ഇൻഫർമേഷൻ ആക്ട് 2002 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ ഒരു സംഘടനയുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 10th ലെവല്, LGS ലെവല്, പ്രിലിംസിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയുടെ പേരാണ് അരുണ റോയ്. ആരാണ്? അരുണ റോയ്. അപ്പൊ ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? അരുണ റോയ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ
പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം, അതായത് ഈ പറയുന്ന വിവരാവകാശ നിയമം നിയമപരമായി ലഭിച്ച 57ാമത് രാജ്യമാണ്. 57ാമത് രാജ്യമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ. ഇതില് PSC 55ാമത് രാജ്യം എന്നുള്ളതും PSC എന്തായിട്ട് നൽകിയിട്ടുണ്ട്? ഉത്തരമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. 55ാമത് രാജ്യം എന്നുള്ളത് PSC നൽകിയ ഉത്തരവും 57 എന്നുള്ളത് ഒഫീഷ്യലി ഉള്ള ഉത്തരവുമാണ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ വിവരാവകാശ നിയമം എന്ന ആശയം ആരാണ് നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത്? അത് അന്നത്തെ പ്രധാനമന്ത്രിയാണ്, അതായത് 1990കളിൽ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് ആണ്. VP സിംഗ് ആണ് ഈ പറയുന്ന വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ചോദിക്കാറുണ്ട്. അത് ഏതാണ്? അത് തമിഴ്നാടാണ്. അതായത് വിവരാവകാശ നിയമം തദ്ദേശീയമായിട്ട് പാസാക്കിയത്. ഓക്കെ, അതായത് നമുക്കറിയാം വിവരാവകാശ നിയമം നിലവിൽ വന്നത് വർഷം ഏതാണ്? 2005 അതിനു മുമ്പ് തന്നെ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് 1997 വിവരാവകാശ നിയമം തമിഴ്നാട് തദ്ദേശീയമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാസാക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെക്കണം. ഇനി നമുക്കറിയാം 2005 വിവരാവകാശ നിയമം പാസ്സായതെന്ന്. ആ നിയമം വന്നതിന് ശേഷം ആദ്യമായി നടപ്പിലാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് രാജസ്ഥാനാണ്. അപ്പൊ വിവരാവകാശ നിയമം 2005 നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്. വിവരാവകാശ നിയമം തദ്ദേശീയമായിട്ട് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? അത് തമിഴ്നാടാണ്. ഓക്കെ ആണല്ലോ. ഇനി ചോദിച്ചിട്ടുണ്ട് ആദ്യമായിട്ട്, അപ്പൊ നമുക്ക് നിയമമൊക്കെ പാസ്സായി, അപ്പൊ നമുക്ക് ആരെങ്കിലൊക്കെ അപേക്ഷ സമർപ്പിക്കണമല്ലോ, എനിക്ക് ഇന്ന വിവരം അറിയണം എന്നും പറഞ്ഞിട്ട് അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തിയുടെ പേരാണ് എന്ത്? ഷാഹിദ് റാസ ബർണോയ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി ആദ്യമായി അപേക്ഷ നൽകിയ വ്യക്തിയാണ് ആര്? ഷാഹിദ് റാസ ബർണോയ്. അദ്ദേഹം എവിടെയാണ് ആ അപേക്ഷ നൽകുന്നത്? പൂനെ പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അതിനുള്ള അപേക്ഷ നൽകുന്നത്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്? ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വജാഹത്ത് ഹബീബുള്ളയാണ്. ആരാണ്? വജാഹത്ത് ഹബീബുള്ള. അദ്ദേഹമാണ് ആദ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചോദിക്കാം വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ദീപക് സന്ധു ആണ്. ദീപക് സന്ധു. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ വനിത, ഇത് ഫസ്റ്റ് വനിതയാണ്, ഇത് രണ്ടാമത്തെ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് നമ്മുടെ സുഷമ സിംഗ് ആണ്. സുഷമ സിംഗ് ആണ്. ഓക്കെ ആണല്ലോ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് വിവരാവകാശ കമ്മീഷണറായ വനിതകൾ എന്ന് പറഞ്ഞ് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ദീപക് സന്ധു, സുഷമ സിംഗ്, പിന്നെ ഒന്ന് ദീപക് സന്ധു, പിന്നെ വേറെ ആരുടെയെങ്കിലും പേര്. ആ ഒരു രീതിയിലാണ് ഓപ്ഷൻ തന്നിരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രണ്ടുപേരും പഠിച്ചു വെക്കണം. ആരൊക്കെയാണ്? ദീപക് സന്ധു, സുഷമ സിംഗ്. വിവരാവകാശ കമ്മീഷണർ ആയിട്ടുള്ള രണ്ട് വനിതകളാണ് ദീപക് സന്ധുവും സുഷമ സിംഗും. ആദ്യത്തെ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് നമ്മുടെ വജാഹത്ത് ഹബീബുള്ളയാണ്. ഇപ്പോ നിലവിൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഹീരാലാൽ സമരിയാണ്. ആരാണ്? ഹീരാലാൽ സമരിയ. ഓക്കെ ആണല്ലോ. അപ്പൊ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിവരാവകാശ നിയമം പാസ്സാക്കിയതും കൂടി നോക്കാം. ലോകസഭ പാസ്സാക്കിയത് നമുക്കറിയാം. ലോകസഭ പാസ്സാക്കണം, രാജ്യസഭ പാസ്സാക്കണം, പ്രസിഡന്റ് ഒപ്പുവെക്കണം, എന്നിട്ട് മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ഇതൊരു നിയമമായിട്ട്, ഏതൊരു നിയമവും അത് നിയമമായിട്ട് മാറണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ലോകസഭയോ രാജ്യസഭയോ പാസ്സാക്കണം. ലോകസഭ, രാജ്യസഭ, പിന്നെ ആരെന്ത് ചെയ്യണം? പ്രസിഡന്റ് അവസാനം ഒപ്പുവെക്കണം. അപ്പൊ ലോകസഭ പാസ്സാക്കിയത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് 2005 മെയ് 11 ലോകസഭ പാസ്സാക്കുന്നു. തൊട്ടടുത്ത ദിവസം രാജ്യസഭ പാസ്സാക്കുന്നു. 2005 മെയ് 12 രാജ്യസഭ പാസ്സാക്കുന്നു. എന്നാണ് പ്രസിഡന്റ് എന്നാണ് ഒപ്പുവെക്കുന്നത്? 2005 ജൂൺ 15 പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു. എന്നിട്ട് നമ്മുടെ 2005 ഒക്ടോബർ 12
2005 ഒക്ടോബർ 12 എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നു. ആ സമയത്തുള്ള ആരായിരുന്നു നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത്? 2005 അല്ലെ, നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു 90s കിഡ്സ് ഒന്നും ഒരിക്കലും ഇത് മറക്കില്ല അല്ലെ. രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. APJ അബ്ദുൽ കലാം ആയിരുന്നു എന്താ 2005 രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പൊ വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ രാഷ്ട്രപതി ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം അതാരാണ്? APJ അബ്ദുൽ കലാം ആണ്. എങ്കിൽ ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? അല്ലെ, മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു നമുക്ക് ഈ പറയുന്ന വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? കുറെ കാര്യങ്ങൾ സുതാര്യമാക്കണം അല്ലെ, അഴിമതി ഇല്ലാതാക്കണം, അവർക്കൊരു ഉത്തരവാദിത്തം വരണം അല്ലെ, ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതാണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്ര ഷെഡ്യൂളുകൾ ഉണ്ട്? അതായത് എത്ര പട്ടികകൾ ഉണ്ടെന്നാണ് പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 പട്ടികകളാണ്. ഇതില് 1-ാം പട്ടികയിലാണ് എന്ത് പറയുന്നത്? കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും അതിലുള്ള കമ്മീഷണർമാരുടെയൊക്കെ സത്യപ്രതിജ്ഞയെ പറ്റിയാണ്. അതിൽ 2-ാം പട്ടികയിലാണ് എന്തൊക്കെ പറയുന്നത്? ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം എല്ലാ വിവരങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തുവിടാൻ പറ്റില്ല. ചില നമുക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അല്ലെ, ഈ പറയുന്ന കര നാവികസേന അവരുടെ തീരുമാനങ്ങളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന കുറെ എന്തുണ്ട്, CBI അങ്ങനെ കുറെ എന്താ പറയുക അതിന്, കുറെ സ്ഥാപനങ്ങളുണ്ട് അല്ലെ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ 2 ഷെഡ്യൂളുകളാണ് വിവരാവകാശ നിയമത്തിലെ. പട്ടികകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 ആണ്. അതിലെ അധ്യായങ്ങൾ, പട്ടികകൾ പഠിച്ചാൽ നിങ്ങൾ ബാക്കിയും കൂടി പഠിച്ചു വെച്ചോ. എത്ര അധ്യായങ്ങളാണുള്ളത്? വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങൾ ചോദിച്ചാൽ അത് 6 ആണ്. അതിലെ വകുപ്പുകൾ ചോദിച്ചാലോ, വകുപ്പുകൾ, വിവരാവകാശ നിയമത്തിലെ വകുപ്പുകൾ ചോദിച്ചാൽ 31 ആണ്. അതിലെ ഷെഡ്യൂൾസ് അഥവാ പട്ടിക ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 ആണ്. 6, 31, 2 രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഈ 1-ൽ പറയുന്ന എന്താണ്? അതിന്റെ പ്രിലിമിനറീസ് ആണ് 1-ൽ പറയുന്നത്. 2-ൽ എന്ന് പറയുന്നത് എന്താണ്? വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളുമാണ് പറയുന്നത്. 3-ലാണ് ഈ പറയുന്ന അധ്യായം 3-ലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത്. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത് ചാപ്റ്റർ 3-ലാണ്, അധ്യായം 3-ലാണ്. ഇനി ചാപ്റ്റർ 4-ലാണ് എന്ത് പറയുന്നത്? സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളെ പറ്റി പറയുന്നത് ഏതിലാണ്? ചാപ്റ്റർ 4-ലാണ്. ഓക്കെ, ചാപ്റ്റർ 5-ൽ എന്താണ് പറയുന്നത്? അവരുടെ അധികാരങ്ങള്, ചുമതലകള്, അപ്പീലുകള്, പിഴകള്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ചാപ്റ്റർ 5-ൽ പറയുന്നത്. 6-ലാണ് എന്ത്? പലവക എന്ന് പറയും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്തിലേക്ക് പോകും? 6-ലേക്ക് പോകും. ഓക്കെ, അപ്പൊ വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അധ്യായങ്ങൾ 6 ആണ്. വകുപ്പുകൾ എത്രയാണ്? 31 ആണ്. നെക്സ്റ്റ് നോക്കാം. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. എന്താണ്? അഴിമതി നിയന്ത്രിക്കാൻ, ശരിയാണ്. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധ്യം ഉണ്ടാക്കാൻ, ശരിയാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാൻ, അതും ശരിയാണ്. സോ ഓപ്ഷൻ ഡി എല്ലാം ഇവിടെ ശരിയായ പ്രസ്താവനകളാണ്. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധിയാണ് ചോദിക്കുന്നത്. നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചല്ലോ, എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സെന്ന്. അതേപോലെ തന്നെ ദേശീയമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ അവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. വിവരാവകാശ കമ്മീഷന്റെ ഘടനയാണ് നമുക്ക് നോക്കേണ്ടത്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, വിവരാവകാശ കമ്മീഷൻ, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, ആരൊക്കെയാണുള്ളത്? ഇതാണ് അതിന്റെ ഘടന എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. ആദ്യം വരേണ്ടത് ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, പിന്നെ എന്താണ്? സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധർ, ജോയിന്റ് സെക്രട്ടറി, പിന്നെ ആരാണ്? സെക്ഷൻ ഓഫീസർ. ഇത്രയും പേരാണ് എന്ത്? നമ്മൾ വിവരാവകാശ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണേ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2005-ലാണ് വിവരാവകാശ നിയമം പാസാക്കുന്നത്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതാണെന്ന് നോക്കാം നമുക്ക്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരാണ്. 10-ൽ കവിയാത്ത, 10-ൽ കൂടാൻ പാടില്ല. ഓക്കെ, ഇവിടെ 15 പറയുന്നുണ്ട്, 5 പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏതാണ്? നമുക്ക് 1+10 എന്ന് പഠിക്കാം. 10 എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം 10 പാടുള്ളൂ.
ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനും വേണം, 10ൽ കവിയാത്തത്രയും ഇൻഫർമേഷൻ കമ്മീഷണർമാരും വേണം. ഓക്കെ. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരായിരിക്കും? നിയമനം, നീക്കം ചെയ്യൽ എല്ലാം നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞ പോലെ തന്നെ ആരാണ്? രാഷ്ട്രപതിയാണ്. താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ശരിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷമോ 65 വയസ്സോ ഇതിൽ തികയുന്ന ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും. ഓക്കെ, ഇത് മൂന്നും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഇവയെല്ലാമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള BPL-കാരുടെ ഫീസ്, അവർക്ക് ഫീസ് ഇല്ല എന്ന് പറഞ്ഞു. അതിന്റെ അല്ലാത്ത ഫീസ് എന്ന് പറയുന്ന 10 രൂപയാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. 10 രൂപയാണ്. ഞാൻ പേജിന്റെ റേറ്റ് അല്ലേ പറഞ്ഞത്. അല്ലാത്ത വില എന്ന് പറയുന്നത് 10 രൂപയാണ്. നെക്സ്റ്റ് നോക്കാം. 2005 RTI സെക്ഷൻ 7 ക്ലോസ് 1 പ്രകാരം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്നതാണെങ്കിൽ അത് എത്ര മണിക്കൂറിനുള്ളിൽ നൽകണം എന്നാ പറയുന്നത്? 48 മണിക്കൂറിനുള്ളിൽ എന്ത് നൽകണം? ആ ഒരു വിവരം നൽകിയിരിക്കണം. അത് നിർബന്ധമാണ്. വിവരാവകാശം 2005 പ്രധാന ഉദ്ദേശം എന്താണ്? ജനങ്ങളുടെ ശാക്തീകരണം, സുതാര്യവും ഉത്തരവാദിത്വവും, അഴിമതി വിരുദ്ധ നയം, ഓൾ ഓഫ് ദ എബോവ്. ഏതായിരിക്കും? മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ഈ പറയുന്നതിന്റെ ബേസിക് എന്ന് പറയുന്നത്, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷൻ കേരളത്തിൽ ആരാണ്? ശ്രീ വി ഹരിനായരാണ്. ശ്രീ വി ഹരിനായരാണ് കേരളത്തില്. മറ്റേതാരാണ്? ഹീരാലാൽ സമരിയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഏതാണ് വിവരം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്ന വിവരം? വിവരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? പ്രമാണങ്ങളാകാം, ഇമെയിലുകളാകാം, ഇലക്ട്രോണിക് രൂപത്തിലുള്ളവയാകാം, അല്ലെ? അപ്പൊ ഇവയെല്ലാം വരും. മുകളിൽ പറഞ്ഞവയെല്ലാം വിവരം എന്നൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് എത്രയാണ്? ഫീസ് ഒടുക്കേണ്ടതില്ല. നോർമൽ എത്രയാണ്? 10 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് അടക്കണം? കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി നമ്മൾ നേരത്തെ പറഞ്ഞു. ദേശീയ, സംസ്ഥാനം ഒരുമിച്ചാണ് പഠിച്ചത്. എത്രയാണ്? 3 വർഷം എന്ന് പറഞ്ഞത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം ലഭിക്കാവുന്ന പരമാവധി പിഴസംഖ്യ എത്രയാണ്? 25,000 രൂപയാണ്. പഠിച്ചു വെക്കണം. 250 രൂപ മുതൽ 25,000, മാക്സിമം 25,000 രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് നമുക്ക് പിഴ അടക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഘടന. കേന്ദ്രമാണ് പറഞ്ഞത്. എന്താണ്? ഒരു മുഖ്യ കമ്മീഷണറും ഉണ്ടാകും. പരമാവധി 10 കമ്മീഷണർമാർ. പരമാവധി എത്ര പേരാണ്? 10 പേരാണ് വേണ്ടത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെയും ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരായിരിക്കും? അത് ഗവർണറാണ്. എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു, അവരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? ദേശീയമാണെങ്കിൽ രാഷ്ട്രപതി, സംസ്ഥാനമാണെങ്കിൽ ആരാണ്? ഗവർണറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പോഴും പറഞ്ഞു അതിന് ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ആണ് പറയുന്നത്. സെൻട്രൽ ആണെങ്കിൽ ആരായിരിക്കും? ആദ്യം തന്നെ അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. പിന്നെ ആരാണ് വരേണ്ടത്? അവിടെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. മൂന്നാമതായിട്ട് വരേണ്ടത് ആരാണ്? പ്രധാനമന്ത്രി, നമ്മുടെ PM എന്ത് ചെയ്യുന്നുണ്ട്? നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും കൂടി ഉണ്ടാകും. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, താഴെ തന്നിരിക്കുന്നവയിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞു തന്നിട്ട് അവർ ആൻസർ ആയിട്ട് തന്നിരുന്നത് ആരെയാണെന്ന് അറിയാവോ? രാജ്യസഭ പ്രതിപക്ഷ നേതാവ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻ ഇതൊക്കെയായിരുന്നു: പ്രൈം മിനിസ്റ്റർ,
ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, പ്രൈം മിനിസ്റ്റർ നാമനിർദ്ദേശം ചെയ്യുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. ഈ 4 ഓപ്ഷനാണ് തന്നിരുന്നത്. അപ്പൊ അല്ലാത്തത് ആരാണ്? രാജ്യസഭ. അപ്പൊ ഓർത്തു വെക്കുക, ഈ 3 പേരാണ്, 3 പേര് ചേർന്നൊരു എന്താണ്, ആ ഒരു സമിതിയാണ് നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നതിനെ ശുപാർശ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഏതാണ്? അത് നമ്മുടെ 91 ക്ലോസ് സി ആണ്. ഓക്കെ, സോറി, 91 ക്ലോസ് എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 91 ക്ലോസ് എ ആണ്. അപ്പൊ 91 ക്ലോസ് എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. നമുക്കറിയാം 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അല്ലെ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 19 മുതൽ 22 വരെയാണ്. അതിൽ 19 പറയുന്ന എന്താണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റിയാണ്. നമ്മളത് പഠിച്ച് എങ്ങനെയാണ്, അല്ലെ? എനിക്കൊരു അഭിപ്രായം പറയണം, അല്ലെ? 19(1)(a)യില് എന്റെ അഭിപ്രായം പറയണം. ആരോട് പറയണം? അഭിപ്രായം പറയണമെങ്കിൽ കുറച്ച് ആൾക്കാർ വേണമല്ലോ. അപ്പൊ അതിൽ 19(1) ക്ലോസ് ബിയിൽ എന്താ പറയുന്നത്? ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കണം. അവിടെ വേണം എനിക്ക് എന്റെ അഭിപ്രായം പറയാനായിട്ട്. അങ്ങനെ സമ്മേളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് പറഞ്ഞു? സംഘടന രൂപീകരിക്കും. ഈ സംഘടന രൂപീകരിച്ചാൽ എനിക്കത് എല്ലായിടത്തേക്കും എത്തിക്കണം. സോ എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണം. ആ സഞ്ചാര സ്വാതന്ത്ര്യം എവിടെയൊക്കെ വേണം? ഇന്ത്യയിൽ, നമ്മുടെ ഒരു പർട്ടിക്കുലർ പ്രദേശം മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും എനിക്ക് പോയിട്ട് എൻ്റെ ആ ഒരു സംഘടന എനിക്ക് എത്തിക്കണം. അപ്പൊ എന്താണ്? ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ എനിക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? പോയി എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് താമസിക്കണ്ടേ ഇന്ത്യയിൽ? അപ്പൊ ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. അതാണ് 19(1) ക്ലോസ് ഡി എന്ന് സി എന്ന് പറയുന്നത്. അടുത്ത ഏതാണ്? എഫും ജി ഒക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഏതാണ്? ജി എന്ന് പറയുന്നത് ഏതാണ്? അവിടെ ചെന്ന് നമ്മൾ വീടൊക്കെ വെച്ച് താമസിച്ചു. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു 6 മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ പറയുന്നത്. അതില് വിവരാവകാശം മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 19(1) ക്ലോസ് എയിലാണ്. അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. 20 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. അത്യാവശ്യം കണ്ടന്റുകൾ, ഒരു 10th പ്രിലിംസിന് വേണ്ടിയുള്ള ബേസിക് കണ്ടന്റ്സ് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.